എക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കേരള ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എക്കോസ് അക്രോസ് ഏജസ് എന്ന ഈ സീരീസിലെ 5-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. കേരള ഹിസ്റ്ററി സീരീസിലെ 70,000 BCE മുതൽ 300 BCE വരെയുള്ള എപ്പിസോഡ് നിങ്ങൾ ഇതിനകം കേട്ടുകാണുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് 300 BCE മുതൽ 300 AD വരെയുള്ള കാലഘട്ടമാണ്. കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ആവേശകരമായ ഘട്ടങ്ങളിൽ ഒന്നാണ് ഈ കാലം. ഇതിനെ നമ്മൾ സംഘകാലം എന്ന് വിളിക്കുന്നു. ഇത് കേരളത്തിൻ്റെ ആദ്യകാല ചരിത്രഘട്ടമാണ്. ഈ കാലത്ത് ഇന്ന് നമ്മൾ അറിയുന്ന രീതിയിൽ ഒരു ഏകീകൃത കേരള സംസ്ഥാനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കേരള പ്രദേശം പ്രാചീന തമിഴകം എന്ന വിശാല സാംസ്കാരിക രാഷ്ട്രീയ ലോകത്തിൻ്റെ പടിഞ്ഞാറൻ തീരമേഖലയായി വ്യക്തമായി നിലകൊണ്ടിരുന്നു. അതിൻ്റെ ചരിത്ര സാന്നിധ്യത്തിന് ആദ്യ തെളിവുകളിൽ ഒന്നാണ് അശോകൻ്റെ ശാസനകളിൽ കേരളപുത്ര എന്ന പരാമർശം ലഭിച്ചത്. അതിനാൽ സംഘകാലത്തെ കേരളം എന്ന പ്രയോഗം ശരിയാണ്. പക്ഷേ അത് ആധുനിക കേരളത്തെ സൂചിപ്പിക്കുന്നതല്ല, മറിച്ച് തമിഴകത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്തെ, അതായത് വെസ്റ്റ് കോസ്റ്റിൻ്റെ പ്രാരംഭ ചരിത്ര പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രാചീന കേരളത്തെ മനസ്സിലാക്കാൻ 3 കാര്യങ്ങൾ ഒരുമിച്ച് നോക്കണം: ഭൂമിശാസ്ത്രം, വ്യാപാരം, രാഷ്ട്രീയം, മലബാർ തീരം, കായലുകൾ, ചെറുനദികൾ, പശ്ചിമഘട്ടം, കാടുകൾ, മുളക്, തുറമുഖങ്ങൾ, ചേരന്മാർ, വടക്കൻ കേരളത്തിലെ ഏഴിമല, ഇവയെല്ലാം ചേർന്നാണ് സംഘകാലത്തെ കേരളം രൂപം കൊള്ളുന്നത്. 300 BCE, അതായത് 3rd century BCE മുതൽ 300 AD, അതായത് 3rd century AD വരെയുള്ള കാലഘട്ടത്തെ നമ്മൾക്ക് വീണ്ടും ഒന്ന് തിരിക്കാം. ആദ്യം നമ്മൾക്ക് 300 മുതൽ 200 BCE വരെയുള്ള കാലം ഒന്ന് സൂം ഇൻ ചെയ്ത് നോക്കാം. 300 മുതൽ 200 BCയിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ കേരള പ്രദേശം ഇതിനകം തന്നെ പുരാതന മനുഷ്യവാസത്തിൻ്റെ നീണ്ട പാരമ്പര്യം കൈവശം വച്ചിരുന്നു. അയൺ ഏജ്, മെഗാലിത്തിക് കൾച്ചർ, കല്ലറകൾ, പാത്രസംസ്കാരം, ലോഹോപകരണങ്ങൾ, ഇവയുടെ തുടർച്ച ഇവിടെ വ്യക്തമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞുവല്ലോ, കേരളത്തിലെ എടയ്ക്കൽ പോലുള്ള സ്ഥലങ്ങൾ ഈ പ്രദേശത്തിൻ്റെ ആഴമുള്ള പ്രാചീനതയെ ഓർമ്മിപ്പിക്കുന്നുവെന്ന്. അങ്ങനെ കാണുമ്പോൾ സംഘകാല കേരളം ശൂന്യതയിൽ നിന്ന് പിറന്നതല്ല, അതിനു മുൻപുണ്ടായിരുന്ന പ്രാദേശിക സംസ്കാരങ്ങളുടെ തുടർച്ചയും പരിവർത്തനവും ചേർന്നുണ്ടായ ലോകമാണ് അത്. ഈ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ പ്രാധാന്യം വളർത്തിയത് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം തന്നെയായിരുന്നു. പടിഞ്ഞാറ്, അതായത് വെസ്റ്റിൽ കടൽ, കിഴക്ക്, അതായത് ഈസ്റ്റിൽ മലനിരകൾ, നടുവിലൂടെ കാടുകളും ഇടനാടുകളും. ഈ ഭൂമിശാസ്ത്രം കുരുമുളക്, വനസമ്പത്ത്, മരം, ആനക്കൊമ്പ് എന്നിവയുടെ ശേഖരണത്തിനും കൈമാറ്റത്തിനും അനുയോജ്യമായിരുന്നു. അങ്ങനെ കേരളത്തിന് പ്രകൃതിദത്തമായി തന്നെ ഒരു വിനിമയ മേഖലയായി, അഥവാ ട്രേഡ് സെൻ്ററായി മാറാനുള്ള എല്ലാ സാധ്യതകളും അന്നേ ഉണ്ടായിരുന്നു. ബ്രഹ്മി പ്രാചീന ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന ഏറ്റവും പഴയ റൈറ്റിംഗ് സിസ്റ്റങ്ങളിലൊന്നാണ്. കൂടാതെ അത് 3rd century BCയിൽ വ്യക്തമായി കാണപ്പെടുന്നു, പ്രത്യേകിച്ച് അശോകയുടെ ഇൻസ്ക്രിപ്ഷനിൽ. അതിൻ്റെ കൂടുതൽ പഴയ വേരുകൾ ഇന്നും ചർച്ചാ വിഷയമാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ അത് ഫുനേഷ്യൻ എന്നും അരമേക്ക് എന്നും അറിയപ്പെടുന്ന പഴയ വെസ്റ്റ് ഏഷ്യൻ സ്ക്രിപ്റ്റ്സുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലേക്ക് ബ്രഹ്മി സ്ക്രിപ്റ്റ് വ്യാപിച്ചതിന് ശേഷം അത് തമിഴ് ഭാഷയുടെ ശബ്ദഘടനയ്ക്ക് അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തപ്പെട്ടു. ഈ പുതിയ രൂപത്തെയാണ് തമിഴ് ബ്രഹ്മി എന്ന് വിളിക്കുന്നത്. ഇത് ഓൾഡ് തമിഴ് എഴുതാൻ ഉപയോഗിച്ചിരുന്ന ആദ്യകാല സ്ക്രിപ്റ്റ് ആണ് എന്ന് കരുതപ്പെടുന്നു. തമിഴ് ബ്രഹ്മി ഏകദേശം 3rd century BCE മുതൽ 1st century AD വരെ ഉപയോഗത്തിലുണ്ടായിരുന്നു. എന്നാൽ ചില പുതിയ പുരാവസ്തു കണ്ടെത്തലുകൾ അത് ഇതിലും പഴയതാണെന്ന് സൂചിപ്പിക്കുന്നു. പക്ഷേ ആ പഴയ തീയതികളെക്കുറിച്ച് ഇപ്പോഴും ഏക അഭിപ്രായമില്ല. തമിഴ് ബ്രഹ്മി ഇൻസ്ക്രിപ്ഷൻ, കേവ്സ്, റോക്ക് ബെഡ്സ്, പോട്ടറി, ബറിയൽ ജാർസ്, കോയിൻസ്, റിങ്സ്
എന്നിവയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലൂടെ എഴുത്ത് രാജാക്കന്മാരും സന്യാസിമാരും മാത്രം ഉപയോഗിച്ചതല്ല, ട്രേഡേഴ്സും സാധാരണ ജനങ്ങളും ഉപയോഗിച്ചിരുന്നതായി മനസ്സിലാക്കാം. പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ കീലടി, കൊടുമണൽ എന്നിവിടങ്ങളിൽ കണ്ടെത്തിയ പോട്ടറി ഇൻസ്ക്രിപ്ഷൻസ് ആണ്. ഇവ എഴുത്ത് ദിനചര്യയിലും ട്രേഡ് റിലേറ്റഡ് ലൈഫിലും ഉണ്ടായിരുന്നുവെന്ന് കാണിക്കുന്നു. പിന്നീട് തമിഴ് ബ്രഹ്മി, പ്രത്യേകിച്ച് വട്ടെഴുത്ത് പോലുള്ള മറ്റ് സൗത്ത് ഇന്ത്യൻ സ്ക്രിപ്റ്റ്സുകളിലേക്ക് വികസിച്ചു. പിന്നീടുള്ള മാറ്റങ്ങളിലൂടെ അത് മോഡേൺ തമിഴ് സ്ക്രിപ്റ്റിൻ്റെയും കൂടുതൽ പരോക്ഷമായി മലയാളം സ്ക്രിപ്റ്റിൻ്റെയും രൂപവത്കരണത്തെ സ്വാധീകരിച്ചു. ഇതാണ് 300 BCE മുതൽ 200 BCE വരെയുള്ള കാലഘട്ടത്തിൻ്റെ ഹൈലൈറ്റ്സ്. ഇനി നമ്മൾക്ക് 200 BC മുതൽ 100 BCE വരെയുള്ള കാലഘട്ടത്തെ ഒന്നുകൂടി അടുത്തു നോക്കാം. ഈ കാലഘട്ടത്തിലാണ് ഈ പടിഞ്ഞാറൻ തീരപ്രദേശം, അതായത് നമ്മുടെ വെസ്റ്റ് കോസ്റ്റ്, പ്രാചീന തമിഴകത്തിൻ്റെ സാംസ്കാരിക ലോകത്തിലേക്ക് ചേരുന്നത്. അതിൻ്റെ പ്രധാന അടയാളം ഈ സമയത്തുള്ള തമിഴ് ബ്രഹ്മി ലിപിയുടെ പ്രചാരമാണ്. തമിഴ് ബ്രഹ്മി ശാസനകൾ കേരളത്തിലും സമീപ പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരുന്ന എഴുത്തു പാരമ്പര്യം പഴയ തമിഴുമായി ബന്ധപ്പെട്ടതാണെന്ന് മേൽ പറഞ്ഞുവല്ലോ. അതായത് സംഘകാലത്തെ കേരളത്തിൻ്റെ ഭാഷാലോകം പഴയ തമിഴായിരുന്നു. മലയാളം ഇനിയും സ്വതന്ത്ര ഭാഷയെ രൂപപ്പെട്ടു വന്നിട്ടില്ല. ഇതേ കാലത്ത് കേരളത്തിൻ്റെ പ്രകൃതി വിഭവങ്ങൾ കൂടുതൽ വ്യാപാര പ്രാധാന്യമുള്ളതായി തീർന്നു. മലനിരകളിൽ നിന്നുള്ള കുരുമുളക്, കാടുകളിൽ നിന്നുള്ള വനോൽപ്പന്നങ്ങൾ തീരത്തേക്കും പിന്നീട് കടൽപ്പാതയിലേക്കും എത്തുന്ന രീതിയിൽ ആന്തരിക പാതകൾ രൂപപ്പെട്ടു. ഇത് നമ്മൾ നേരത്തെ എപ്പിസോഡിൽ കേട്ടതാണല്ലോ. ഈ കൈമാറ്റം തന്നെയാണ് തുടർന്ന് രാഷ്ട്രീയ ശക്തികളെ ഉറപ്പിച്ചതും. ഇതാണ് 200 BCE മുതൽ 100 BCE വരെയുള്ള കാലഘട്ടത്തിൻ്റെ ഹൈലൈറ്റ്. എഴുത്തും സാംസ്കാരിക ഏകീകരണവും അതായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ സംഭവിച്ചത്. ഇനി 100 BCE മുതൽ 100 AD വരെ നോക്കാം. 100 BCEയുടെ അവസാനം മുതൽ ക്രിസ്തുവർഷം 1-ാം ആണ്ട് വരെ കേരളം ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാര ലോകത്തിൽ ശക്തമായി ഉയർന്നു. ഗ്രീക്ക്, റോമൻ യാത്രാ വിവരണങ്ങൾ, പ്രത്യേകിച്ച് പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ, കേരളത്തിലെ പടിഞ്ഞാറൻ തീരത്തെ മുളകിനും സുഗന്ധവ്യഞ്ജനങ്ങൾക്കും പേരുകേട്ട തുറമുഖ മേഖലയായി അവതരിപ്പിക്കുന്നു. ഈ രേഖകളിൽ ഏറ്റവും പ്രസിദ്ധമായ തുറമുഖം മുസിരീസാണ്. അതിനു പുറമെ ടിൻഡസ്, നെൽസണ്ട എന്നിവയും കേരളത്തോട് ബന്ധപ്പെട്ട തുറമുഖങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു. ഇതിലൂടെ സംഘകാലത്തെ കേരളം ഒരൊറ്റ തുറമുഖത്തെ ആശ്രയിച്ചിരുന്നില്ല, മറിച്ച് കടൽ തീരമൊട്ടാകെ വ്യാപിച്ചിരുന്ന ഒരു തുറമുഖ ശൃംഖലയായിരുന്നു എന്ന് മനസ്സിലാക്കാം. പട്ടണം എന്ന പുരാവസ്തു സ്ഥലത്തെ ഖനനങ്ങൾ ഈ ചരിത്രത്തെ വസ്തുതാപരമായി ശക്തിപ്പെടുത്തുന്നു. ഇവിടെ നിന്ന് കിട്ടിയ റോമൻ ആംഫോറകൾ, വിദേശ മൺപാത്രങ്ങൾ, ഗ്ലാസ് മുത്തുകൾ, ലോഹവസ്തുക്കൾ, ഘടനാപരമായ വ്യാപാര കേന്ദ്രത്തിൻ്റെ തെളിവുകൾ എന്നിവ മധ്യ കേരള തീരത്ത് വലിയൊരു അന്തർദേശീയ തുറമുഖ നഗരം നിലനിന്നിരുന്നു എന്ന ആശയം ശക്തമായി പിന്തുണയ്ക്കുന്നു. പ്രാരംഭ ചരിത്രകാലത്ത് കേരള തീരത്ത് വലിയൊരു സമുദ്ര വ്യാപാര കേന്ദ്രം ഉണ്ടായിരുന്നു എന്നതിന് വലിയ സംശയമില്ല. ഈ കാലഘട്ടത്തിലെ പ്രധാന കയറ്റുമതി വസ്തു കുരുമുളക് തന്നെയായിരുന്നു. അതിനൊപ്പം മരം, സുഗന്ധവസ്തുക്കൾ, മുത്തം, സെമി പ്രഷ്യസ് സ്റ്റോൺസ് എന്നിവയും വ്യാപാരത്തിലുണ്ടായിരുന്നു. പകരമായി കേരളത്തിലേക്ക് സ്വർണം, വീഞ്ഞ്, കുപ്പിവസ്തുക്കൾ, ആഡംബര സാധനങ്ങൾ, ലോഹപാത്രങ്ങൾ എന്നിവ വന്നിരുന്നു. ഇത് വെറും കടൽത്തീര സാമ്പത്തിക മാറ്റം മാത്രമല്ലായിരുന്നു, മറിച്ച് കേരളത്തെ ലോക വ്യാപാര പടത്തിൽ എത്തിച്ച ഒരു വലിയ മാറ്റമായിരുന്നു. ഇതാണ് 300 BCE മുതൽ 100 AD വരെയുള്ള ഹൈലൈറ്റ്. കടൽ വ്യാപാരത്തിലൂടെ കേരളത്തിൻ്റെ ഉയർച്ച. ഇനി നമ്മൾക്ക് ക്രിസ്തുവർഷം 1-2 നൂറ്റാണ്ടുകൾ നോക്കാം. അതായത് 100 to 200 AD നോക്കാം. ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും സംഘകാല കേരളത്തിൻ്റെ പ്രധാന രാഷ്ട്രീയ ശക്തി ചേര രാജവംശം തന്നെയായിരുന്നു. സംഘകാല സാഹിത്യത്തിൽ, പ്രത്യേകിച്ച് പതിരുപ്പത്ത് പോലുള്ള കൃതികളിൽ ഉദയൻ ചേർലാതൻ, നെടുഞ്ചേരൻ, ചെങ്കുട്ടുവൻ തുടങ്ങിയ ചേര ഭരണാധികാരികളുടെ ഓർമ്മകൾ സൂക്ഷിക്കപ്പെട്ടിരുന്നു. ഇവയിൽ നിന്ന് കിട്ടുന്ന ചിത്രം ഒരു കേന്ദ്രഭരണ സാമ്രാജ്യത്തിൻ്റേതല്ല, മറിച്ച് യുദ്ധം, കവിപാണന്മാരുടെ പാട്ടുകൾ, ദാനശീലത, വ്യാപാര പാതകളുടെ നിയന്ത്രണം എന്നിവയെ ആശ്രയിച്ചിരുന്ന ഒരു പ്രാരംഭ രാഷ്ട്രീയ ലോകത്തിൻ്റേതാണ്. അതിനാൽ സംഘകാലത്തെ കേരളത്തെ പിന്നീട് കാണുന്ന രീതിയിലുള്ള മുറുകിയ ഭരണ സംവിധാനമുള്ള രാജ്യം എന്ന് കാണാൻ പാടില്ല. ആ കാലത്തെ അധികാരം
പല പ്രാദേശിക തലവന്മാരുടെയും കുടുംബവംശങ്ങളുടെയും വ്യാപാര കേന്ദ്രങ്ങളുടെയും കൂട്ടിച്ചേരലായിരുന്നു. അധികാരം മുഴുവനും ഒരു കേന്ദ്രത്തിൽ ഒതുങ്ങിയിരുന്നില്ല. ഇതാണ് ക്രിസ്തുവർഷം 1-ാം ആണ്ടിലും 2-ാം ആണ്ടിലും സംഭവിച്ചത്. ഇനി നമുക്ക് ക്രിസ്തുവർഷം 2-ാം ആണ്ടിന് ചുറ്റിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. കേരളത്തിൻ്റെ സംഘകാല ചരിത്രം ശരിയായി കാണണമെങ്കിൽ വടക്കൻ കേരളം പ്രത്യേകിച്ച് ഉൾപ്പെടുത്തണം. ഇന്നത്തെ കണ്ണൂർ മേഖലയിലെ ഏഴിമല സംഘകാലത്ത് ഒരു പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിരുന്നു. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പിന്നീട് മൂഷക പാരമ്പര്യം പറയപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ ആദ്യ രാഷ്ട്രീയ മൂലം ഏഴിമല ഭരണ പരമ്പരയിലാണ്. സംഘം പരമ്പരയിൽ ഏഴിമല മന്നൻ എന്ന ഭരണാധികാരി ശക്തനായ രാജാവായി പ്രത്യക്ഷപ്പെട്ടു. ഇദ്ദേഹം ചേര രാജാക്കന്മാരുമായി മത്സരിച്ച ഭരണാധികാരി എന്ന നിലയിലാണ് ചരിത്ര സ്മരണയിൽ നിലനിൽക്കുന്നത്. ഇതിലൂടെ വടക്കൻ കേരളത്തിന് ചേര പ്രദേശത്തോട് പൂർണ്ണമായി ഇഴചേർന്നതല്ലാതെ ഒരു സ്വന്തം പ്രാദേശിക രാഷ്ട്രീയ ഭാരമുണ്ടായിരുന്നുവെന്ന് കാണാം. വടക്കൻ തീരവും കടൽ വ്യാപാരത്തിൽ പിന്നിലായിരുന്നില്ല. നോറ എന്ന പ്രാചീന തുറമുഖം മുസിരീസിന് വടക്കായുള്ള തീരപ്രദേശവുമായി, പ്രത്യേകിച്ച് ഏഴിമല മേഖലയുമായി ബന്ധിക്കപ്പെടുന്നു. ഇതിലൂടെ കേരളത്തിൻ്റെ കടൽ വ്യാപാരം മധ്യ കേരളത്തിൽ ഒതുങ്ങിയിരുന്നില്ല. വടക്കൻ കേരളവും പ്രാരംഭ ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരത്തിൽ പങ്കാളിയായിരുന്നു എന്ന് കാണാം. ഇനി നമ്മൾക്ക് ക്രിസ്തുവർഷം 2-3 നൂറ്റാണ്ടുകളിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. ഈ നൂറ്റാണ്ടുകളിലെത്തുമ്പോൾ സംഘകാല കേരളം ഒരു സാമ്പത്തികമായി വളർന്ന, രാഷ്ട്രീയമായി സാംസ്കാരികമായി സമ്പുഷ്ടമായ തീരപ്രദേശമായി മാറിയിരുന്നു. സമൂഹത്തിൽ യോദ്ധാക്കൾ, കർഷകർ, വ്യാപാരികൾ, വനപ്രദേശവുമായി ബന്ധമുള്ള സമൂഹങ്ങൾ, കരകൗശലക്കാർ, കവിപാടന്മാർ എന്നിവരൊക്കെ പങ്കാളികളായിരുന്നു. സംഘകാല സാഹിത്യത്തിലെ അകം, പുരം എന്ന 2 ലോകങ്ങൾ ഈ സമൂഹത്തിൻ്റെ മനോഭാവങ്ങളും മൂല്യങ്ങളും വ്യക്തമായി കാണിക്കുന്നു. പ്രണയം, വേർപാട്, വീര്യം, യുദ്ധം, കീർത്തി, ദാനം, ദുഃഖം, രാജപുകഴ്ച ഇവയെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ കാലത്തെ മതജീവിതം ലളിതമോ ഒരേ രീതിയിലോ ഉള്ളതായിരുന്നില്ല. പല സ്വാധീനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് അത് പ്രാദേശിക സാഹചര്യങ്ങൾ കൊണ്ടും രൂപപ്പെട്ടതാണ്. പൂർവികാരാധന, വീരാരാധന, ദേശദേവതകൾ, പ്രകൃതിയോടും ഭൂപ്രദേശത്തോടും ചേർന്ന കാവുകൾ, വിശുദ്ധ സ്ഥലങ്ങൾക്കുള്ള ആരാധന എന്നിവയ്ക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഇതിനൊപ്പം തന്നെ വിശാലമായ പ്രാചീന തെക്കേ ഇന്ത്യയിലെ പോലെ ബ്രാഹ്മണിക, ജൈന, ബൗദ്ധ സ്വാധീനങ്ങളും കടന്നു വന്നിരിക്കാം. എന്നാൽ പിന്നീട് കേരള ചരിത്രത്തിൽ കാണുന്ന ക്ഷേത്ര ഭൂസ്വത്തിനെ കേന്ദ്രീകരിച്ച വലിയ സാമൂഹിക ക്രമം ഇനിയും പൂർണ്ണരൂപത്തിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ വീണ്ടും ഒരു പ്രധാന കാര്യം ഓർക്കണം. സംഘകാല കേരളം ഒരു മലയാള ഭാഷയുടെ ലോകമായിരുന്നില്ല, മറിച്ച് പഴയ തമിഴ് സാംസ്കാരിക ലോകത്തിൻ്റെ ഭാഗമാണ്. മലയാളം പിന്നീട് പടിഞ്ഞാറൻ തീരത്തിലെ വെസ്റ്റ് കോസ്റ്റിലെ ഭാഷാ വളർച്ചയായി രൂപപ്പെട്ടു വന്നതാണ്. അതിനാൽ സംഘകാല കേരളത്തെ മനസ്സിലാക്കുമ്പോൾ ഭാഷ, സാഹിത്യം, സംസ്കാരം എന്നിവയിൽ തമിഴകത്തിൻ്റെ പശ്ചാത്തലം അനിവാര്യമാണ്. ചിലപ്പതികാരം, മണിമേഖല തുടങ്ങിയ കൃതികൾ അത്യന്തം വിലപ്പെട്ടവയാണെങ്കിലും അവയെ 300 BCE മുതൽ ക്രിസ്തുവർഷം 300 AD, അതായത് സംഘകാലഘട്ടത്തിലെ നേരിട്ടുള്ള കണ്ടംപററി രേഖകളായി വായിക്കരുത്. അവ സംഘകാലഘട്ടത്തിലെ സാംസ്കാരിക സ്മരണ സംരക്ഷിക്കുന്ന ഗ്രന്ഥമായി മാത്രം കണ്ടാൽ മതി. ഒട്ടുമൊത്തത്തിൽ സംഘകാലത്തിലെ കേരളം ഒരു ആധുനിക സംസ്ഥാനത്തിന് തുടക്കമല്ല, മറിച്ച് പ്രാചീന തമിഴകത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്തെ സ്വതന്ത്ര ചരിത്ര സ്വഭാവമുള്ള ഒരു പ്രദേശമാണ്. അതിൻ്റെ ശക്തി അതിൻ്റെ ഭൂമിശാസ്ത്രത്തിൽ, മുളകിനെ ആധാരമാക്കിയ കടൽ വ്യാപാരത്തിൽ, ചേര രാഷ്ട്രീയ പ്രാധാന്യത്തിൽ, വടക്കൻ കേരളത്തിലെ ഏഴിമല മൂഷക പാരമ്പര്യത്തിൽ, പഴയ തമിഴ് സാംസ്കാരിക ലോകവുമായുള്ള ചേർത്തുനിൽപ്പൽ എന്നിവയിലാണ്. ഈ കാലഘട്ടത്തിൽ തന്നെ പിന്നീട് കേരള ചരിത്രത്തെ നിർണ്ണയിക്കുന്ന പല ദീർഘകാല സവിശേഷതകളുടെയും വിത്തുകൾ വിതയ്ക്കപ്പെട്ടു. പ്രകൃതി വിഭവങ്ങളുടെ ആഗോള വ്യാപാരം, മേഖലാത്മകമായ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ, വടക്ക്, മധ്യം, തെക്ക് വ്യത്യാസങ്ങൾ, പ്രാദേശിക ആരാധനാ രൂപങ്ങൾ, സാഹിത്യ സാംസ്കാരിക തിളക്കം എന്നിവ. പക്ഷെ മലയാള ഭാഷയുടെ വ്യക്തമായ രൂപം, മധ്യകാല ക്ഷേത്ര കേന്ദ്രിത സാമൂഹിക ക്രമം, പിന്നീടുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇവയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ സംഘകാല കേരളം പ്രാദേശികതയിലും കടൽ ലോകബന്ധങ്ങളിലും ഒരുപോലെ ആഴമുള്ള ഒരു ചരിത്ര പ്രദേശമായിരുന്നു. സംഘകാലത്തെ കേരളം
മുളകിൻ്റെ മണം നിറഞ്ഞ തുറമുഖങ്ങളുടെ ലോകമായിരുന്നു. ചേരരുടെ ശക്തിയും ഏഴുമലയുടെ വടക്കൻ സാന്നിധ്യവും ഇന്ത്യൻ മഹാസമുദ്രത്തെ തൊട്ടു നിൽക്കുന്ന ഒരു തീരചരിത്രവും ചേർന്നൊരു പ്രകാശമുള്ള കാലഘട്ടം. പക്ഷെ ക്രിസ്തുവർഷം 300 ശേഷം, അതായത് 300 ADക്ക് ശേഷം ആ ലോകം പതുക്കെ മാറി തുടങ്ങി. പഴയ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ക്ഷയിച്ചു. പ്രാരംഭ ചേരശക്തി ഇടിവ് നേരിടുന്നു. എങ്കിലും കേരളത്തിൻ്റെ കടൽമുഖം ലോകത്തോട് തിരിഞ്ഞിരിക്കുകയാണ്. മുളകും കടൽ വ്യാപാരവും അപ്രത്യക്ഷമാകുന്നില്ല, പക്ഷേ രൂപം മാറുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ കടക്കുന്നത് സംഘകാലത്തിൻ്റെ തിളക്കത്തിൽ നിന്ന് ഒരു മങ്ങിയ ഇടക്കാലത്തിലേക്കാണ്. 300 AD മുതൽ 600 AD വരെയുള്ള ഈ കാലഘട്ടം. ഒരു വശത്ത് പഴയ ലോകത്തിൻ്റെ അസ്തമനത്തെയും മറുവശത്ത് പിന്നീടുള്ള കേരളത്തിൻ്റെ രൂപവത്കരണത്തെയും ഒരുമിച്ച് സൂചിപ്പിക്കുന്ന കാലമാണത്. രാഷ്ട്രീയ രൂപങ്ങൾ പുനഃക്രമീകരിക്കപ്പെടുന്നു. പ്രാദേശിക ശക്തികളുടെ ഭാരം കുറയുന്നു. സാമൂഹിക ഘടനകൾ പുതിയ വഴികൾ തേടിത്തുടങ്ങുന്നു. അടുത്ത എപ്പിസോഡിൽ ഈ മാറ്റത്തിൻ്റെ 100 കണക്കിന് ചെറിയ അടയാളങ്ങളെ ചേർത്ത് വായിക്കാം. ക്രിസ്തുവർഷം 300 മുതൽ 600 വരെയുള്ള കാലത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിവർത്തനം, കടൽ വ്യാപാരത്തിൻ്റെ തുടർച്ചയും രൂപമാറ്റവും, സംഘകാലാനന്തര സമൂഹത്തിൻ്റെ മാറിയ ഭാവം, പിന്നീടുള്ള കേരളത്തിൻ്റെ അടിത്തറ എങ്ങനെ ക്രമേണ പാകപ്പെടുന്നു എന്നത്. ഇതൊരു സാധാരണ ടൈം ലൈൻ അല്ല. പ്രാചീന കേരളത്തിൻ്റെ അസ്തമയത്തിൽ നിന്നും മധ്യകാല കേരളത്തിൻ്റെ തുടക്കത്തിലേക്കുള്ള ചരിത്രയാത്രയുടെ മുൻവാതിലാണ്. കേരള ചരിത്രത്തിൻ്റെ ഈ ടൈം സീരീസ് നിങ്ങൾ ആസ്വദിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് നീണ്ട എപ്പിസോഡായിപ്പോയി, ക്ഷമിക്കുക. സംഘകാല കേരളം ഒരു ഒറ്റ എപ്പിസോഡായി പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് നീണ്ടുപോയത്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.